ഹലോ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയോ? വീഡിയോയുടെ തമ്പനയിൽ കണ്ടവർക്കറിയാം. നമ്മൾ പോകുന്നത് UAE ഏറ്റവും വലിയ സൂവിലേക്കാണ് പോകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് 990 ഏക്കറിലാണ് കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് അത്രയും വലിയ സൂ ആണ്. ഒരു ഫോറസ്റ്റ് പോലെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ കൂട്ടിലിട്ട് അടച്ചു വെച്ചിരിക്കുന്ന മൃഗങ്ങളെല്ലാം നമ്മൾ അവിടെ കാണാൻ പോകുന്നത്. അവർ ശരിക്കും കാട്ടിലൂടെ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെയാണ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ സൂവിൻ്റെ അകത്ത് 4000-ഓളം മൃഗങ്ങളും പക്ഷികളുമായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടേക്കുള്ള എൻട്രൻസ് തന്നെ അത്യാവശ്യം വലിയൊരു എൻട്രൻസ് ആണ്. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിലധികം വലുപ്പമുള്ള കാർ പാർക്കിംഗ് ഏരിയ തന്നെയാണ്. അങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അലൈൻ സൂ. അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞിരുന്നത് സൂ. അലൈൻ സൂ ആണ് UAE തന്നെ ഏറ്റവും വലിയ സൂ ആട്ടോ. നമ്മൾ ചെന്ന സമയത്ത് അത്രത്തോളം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പോരാൻ സമയത്തൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ രാവിലെ എത്തിയതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അകത്തേക്ക് കയറുന്ന എൻട്രൻസ് കവാടം തന്നെ അത്യാവശ്യം വലിയ സ്പേസുള്ള സ്ഥലമാണ് കേട്ടോ. പണ്ടത്തെ ഒരു രീതിയിലാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ എൻട്രൻസ് ഏരിയ. നമ്മളിപ്പോഴും അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ നിന്ന് നടന്ന് മുന്നോട്ട് പോകണം. 3 ഏരിയ ഉണ്ടോ. അങ്ങനെ നമ്മളൊന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ കാണിച്ചു കൊടുത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടാവും അങ്ങനെ ഏത് റൂട്ടാണ് പോകേണ്ടത്, അതിനുള്ള കാർഡാട്ടത്, ഏത് റൂട്ടാണ് പോകേണ്ടത്, ഇതൊക്കെ മൃഗങ്ങളാണ് എന്നൊക്കെ കാണിക്കാനായിട്ടുള്ള കാർഡാണ്. പിന്നെ അകത്ത് കയറുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയ ഷോപ്പ് അല്ലാതെ ഫുഡൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ. അവിടുന്ന് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരണം ശരിക്ക്. പിന്നെ അകത്ത് ചെറിയ സ്നാക്സ് അങ്ങനത്തെ സംഭവങ്ങൾ അകത്ത് പോകുമ്പോൾ ഉണ്ട്. പിന്നെ അവിടെ അവരുടേതായിട്ടൊരു ഡാൻസ് എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ അത് നോക്കി നിന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നടത്തം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ട ജിറാഫ് ഒറിജിനൽ അല്ല കേട്ടോ. അത് ചെറിയൊരു പ്രതിമയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മൃഗങ്ങളെ കാണാൻ തുടങ്ങി. പിന്നെ നമുക്ക് തിരയാൻ കേട്ടോ. ഫുള്ളായി അടങ്ങ് നിൽക്കുന്നില്ല. ചില സമയത്ത് അവർ പുറത്തേക്ക് വരും, ചില സമയത്ത് അകത്തായിരിക്കും വല്ല കല്ലിൻ്റെയോ പുല്ലിൻ്റെയൊക്കെ ഇടയിലായിരിക്കും മൃഗങ്ങൾ ഉണ്ടാകുക. ഇത് കണ്ടോ, ശരിക്കും അവരെവിടെ എങ്ങനെയാണോ താമസിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പ്രദേശം ഉണ്ടാക്കി കൊടുത്തിരിക്കണം അവർക്ക്. കല്ലും അതുപോലെ മണലും പുല്ലും പിന്നെ മരങ്ങളൊക്കെ ആയിട്ട് ശരിക്കും അവർ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥലമാണിത്. നമ്മൾ അവിടുന്ന് ഫസ്റ്റ് കയറുമ്പോൾ കാണുന്ന ഫസ്റ്റത്തെ ഒരു അനിമലാണ് ഇത് ഇവിടുന്ന്. ഇനി നമ്മളിങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ ഓരോരോ മൃഗങ്ങളെ കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്പോട്ടഡ് ഹൈനയാണ്. ആ ഒരു ഭാഗത്തായിട്ട് ഒരു മൃഗത്തിന് തന്നെ ഒരുപാട് ഏരിയ ഉണ്ട്. ശരിക്കും അവർ അവിടെ കാട്ടിൽ താമസിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, കറ്റാർവാഴയൊക്കെ ഓരോ മൃഗങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ അതിന് പറ്റിയ വൃക്ഷത്തൈകളും ചെടികളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഹൈനിനെ കുറേ നോക്കി അവിടെ കണ്ടില്ല. പിന്നെ ഞങ്ങളങ്ങനെ നടന്നു. അപ്പോൾ ഇതാ ജിറാഫ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരിട്ട് ജിറാഫിന് ഇത്രയും അടുത്തുനിന്ന് കാണുന്നത് കേട്ടോ. ഒരു ജിറാഫുള്ള കരുതി നോക്കുമ്പോൾ അപ്പുറത്ത് ഇതാ നിൽക്കുന്നു. 2 എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണം ഉണ്ടായിരുന്നു ജിറാഫ് കേട്ടോ. ഇതേ തന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവിടെ ഒന്നിരിക്കണം കേട്ടോ. കാണുന്നുണ്ട് നിങ്ങൾ? അവിടെ കണ്ടവർക്ക് കുടിക്കാനൊക്കെ ആയിട്ട് ഒരു കുളം തന്നെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അത് ഹിപ്പോപ്പൊട്ടാമസ്. അത് ഒറിജിനൽ അല്ല കേട്ടോ, അത് പ്രതിമ മാത്രമാണ്. പിന്നെ ഈ ജിറാഫിന് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അതിന് നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം. അത്യാവശ്യം നമ്മൾ അകത്തേക്ക് കയറിയ ടിക്കറ്റ് അതേ റേറ്റ് വേണം കേട്ടോ ഇതിന് ഫീഡ് ചെയ്യാനായിട്ടുള്ളത്. അവർ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ ഇലകൾ തരും, നമ്മളത് കൊടുക്കാം. 3 മിനിറ്റ് ടൈം മാത്രമേ ഉള്ളൂ കൊടുക്കാൻ പറ്റുക. പിന്നെ നമ്മളെടുത്ത ടിക്കറ്റിൽ 4 പേർക്ക് വരെ അവർക്ക് ഫുഡ് കൊടുക്കാൻ സാധിക്കും കേട്ടോ. കുറേ പേര് അത് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറുന്നുണ്ട്. നമ്മൾ ആ പരിപാടിക്ക് നിന്നില്ല. നമ്മളിങ്ങനെ നേരെ അടുത്ത മൃഗത്തെ കാണാൻ വേണ്ടി പോകുന്നു. അത് കണ്ടോ, 2 പേര് അവർക്ക് പറ്റിയ ഹൈറ്റിലുള്ള സ്ഥലത്താണ് ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും അടുത്ത ഭാഗത്തേക്ക് തിരിഞ്ഞു. പിന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയ കോഫി അതുപോലെ സ്നാക്സ് കിട്ടുന്ന ചെറിയൊരു ഷോപ്പുണ്ട് അവിടെ. വലിയ ഫുഡൊന്നും കിട്ടില്ല കേട്ടോ, ചെറിയ ഫുഡ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നടന്നു. ആ ഒരു ഭാഗം കണ്ടോ, അത്രയും ഭാഗം ജിറാഫ്, ഇങ്ങനെ ഒരുപാട് മൃഗങ്ങൾ. ജിറാഫ് ഒറ്റയ്ക്കല്ല, അപ്പുറത്ത് വേറെ മൃഗങ്ങളുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, അത്രയും മൃഗങ്ങളൊക്കെ താമസിക്കാൻ അത്രയും വലിയൊരു ഏരിയ. ഒരു ഫോറസ്റ്റ് തന്നെയാണ് ശരിക്കും. ശരിക്കും അവർ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെയല്ല, അവരവരെ കാട്ടിൽ താമസിക്കുന്ന പോലെയാണല്ലോ. ജിറാഫുകൾ 1, 2, 3, 4 ഇല്ല. അങ്ങനെ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോയിട്ട് ഇവിടെ മങ്കീസ്, നമ്മുടെ കുറ്റിക്കുരങ്ങന്മാർ നിൽക്കുന്നുണ്ട്. അവനായിരിക്കുന്ന ഭാഗത്തായിട്ട് വെള്ളം പോകുന്നുണ്ടോ, മീനുകളൊക്കെ ഉണ്ട് അതിനകത്ത്. ശരിക്കും അവർ വല്ല പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന പോലെ നമുക്ക് ചാടിക്കളിക്കാൻ പോകുകയൊക്കെ ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ കളമെന്ന് കീരിയാണെന്ന് തോന്നുന്നു കേട്ടോ. ആണോ എനിക്കറിയില്ല, പക്ഷേ കീരിയാണ് കാണിച്ചത് നിങ്ങൾക്ക് കേട്ടോ. അവിടെ ഒരു ഹോള് കണ്ടോ, അവർക്ക് ബോക്സ് പോലെ. അതിനകത്തേക്ക് അവർക്ക് അകത്തേക്ക് കയറൊക്കെ ചെയ്താ നിൽക്കുന്നത് കണ്ടോ. ഞാൻ കുറേ നേരം നിന്ന് കണ്ടുപിടിച്ചാലും ശരിക്കും അവിടെ മൃഗങ്ങൾ ഇതേപോലത്തെ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതാണോ. ആ ഹോളിലേക്ക് നോക്കൂ, അവിടെ കണ്ടോ ഒരാൾ തലയിട്ട് പുറത്തേക്ക് വരുന്നു. അതാ ഒന്ന്
പിന്നെ ഇപ്പുറത്തായിട്ട് ഒന്നുണ്ട്, രണ്ടെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലുള്ള മൃഗങ്ങളെ കാണാം. ചില സമയത്ത് ചിലർക്ക് പോകുന്ന സമയത്ത് മൃഗങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഒരു ടൈം ഉണ്ടാവല്ലോ, അവർ ഏത് സമയത്ത് പുറത്ത് വരിക, ഏത് സമയത്ത് അകത്ത് പോകുമെന്ന് അറിയില്ലല്ലോ. ഇതാ ഒരാൾ പോകുന്നു, അടുത്ത തലയിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ ചെന്നിട്ട് മുഴുവൻ മൃഗങ്ങളെയും കണ്ടിട്ടുള്ളവർ ഭയങ്കര ലക്കി ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് മുഴുവൻ മൃഗങ്ങളെയും കാണാൻ സാധിക്കില്ല. കാരണം അവർ ഏത് സമയത്താണ് വിശ്രമിക്കാൻ പോകുന്നത്, ആ സമയത്ത് പുറത്ത് വരുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. ചെറിയ ഒരു സ്പേസും അല്ല ഒരു മൃഗത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്, വലിയൊരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മരങ്ങൾ അതേ കളറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കണ്ടുപോകാൻ സാധിക്കില്ല. കാരണം കണ്ട ഈ ഒരു കീരില്ലേ, ഇതിൻ്റെ ഷേപ്പ് കളറൊക്കെ ഏകദേശം മരത്തിൻ്റെ കളറല്ലേ, നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ കിടക്കുന്ന കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ മുതല ചീങ്കണ്ണിയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, അത് കിടക്കുന്ന കണ്ടോ, എന്താണ് പാവത്തിൻ്റെ പോലെ കിടക്കുന്നുണ്ട്. നമ്മളിതിനെ ശരിക്കും കാണാനായിട്ട് കുറച്ചുകൂടി അകത്തേക്ക് ഉള്ളിലേക്ക് പോകണം കേട്ടോ. നമുക്ക് നേരിട്ട് ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ അവിടെ ഒന്ന് കിടക്കുന്നുണ്ട്, ഇവിടെ ഇപ്പുറത്തൊന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിനൊക്കെ കുറച്ച് നേരം വീഡിയോ എടുത്തു. പതുക്കെ കിടക്കുന്ന കണ്ട ഭയങ്കര പാവല്ലേ, വലിയൊരു കുളമാണ്. അതിനകത്ത് ഹിപ്പോപ്പൊട്ടാമസും ഉണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് താമസിക്കുന്നത് തോന്നുന്നുണ്ട്. റിച്ചു ആണെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് നമുക്ക് കൈ കിട്ടിയ മാപ്പില്ല, അതുകൊണ്ടാണ് പോകുന്നത്. ഇന്ന മൃഗങ്ങൾ എവിടേക്കാണ് അവൻ ശരിക്കും നോക്കി കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത സ്പോട്ടിൽ അവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് റിച്ചു. നമ്മളിതിനകത്തേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മുതലിനെ നേരിട്ട് കാണാനാണ് കേട്ടോ. ഒന്ന് കാണിച്ചു തരാവേ. മുതല മാത്രമല്ല, അവിടെ മീനുകൾ കാണാം. പിന്നെ അതേപോലെ കുരങ്ങനെ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, അതും അവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ പാമ്പിനെ കാണാൻ സാധിക്കാം. ഇതാ നമ്മുടെ മുതലക്കുളം. നമുക്ക് ഇവിടുന്ന് നോക്കിയപ്പോൾ അങ്ങനെ പെട്ടെന്ന് കാണാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ അടുത്ത മൃഗത്തെ കാണാൻ വേണ്ടി പോയിട്ടോ. അപ്പുറത്തെ സൈഡിലായിട്ടാണ് അവിടെ റിച്ചു അച്ഛൻ ഹായ് കൊടുക്കുന്നത്. ഞാൻ ആരാ നോക്കുമ്പോൾ ഇതായിരിക്കുന്നു നമ്മുടെ മറ്റേ ഓന്തിൻ്റെ, ഇതിൻ്റെ പേരെന്താ, പേരറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഓരോ മൃഗങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഹൈറ്റ്, വെയിറ്റ്, അതിൻ്റെ ഭക്ഷണം എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് ഓരോ മൃഗങ്ങളതും അവിടെ പ്രൊഫൈലിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന് മുന്നിലായിട്ട് തന്നെ. അതുകൊണ്ട് ഹിപ്പോപ്പൊട്ടാമസ് കുളിക്കാൻ 2 ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. പക്ഷേ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ അവർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. കുറേ നേരം നമ്മളൊറ്റെങ്കിലും അവിടെ വന്ന എല്ലാവരും വെയിറ്റ് ചെയ്തു. ഇപ്പോൾ 3 എണ്ണം, 2 എണ്ണം അല്ല 3 എണ്ണം ഉണ്ട്. ആരും പുറത്തേക്ക് വന്നില്ല, അവർ വെള്ളത്തിൽ തന്നെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. റിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തു. അവരങ്ങനെ താഴെ കാണുന്നുണ്ടെന്ന് നോക്കി, പക്ഷേ അവരെ കാണാനില്ല കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി ഞങ്ങൾ. പിന്നെ അപ്പുറത്തായിട്ട് മീനുകൾ മാത്രമുള്ള കുളം കേട്ടോ, അതാണിത്. നമ്മൾ എത്ര സൂം ചെയ്ത് നോക്കിയിട്ടും അവരെ കാണാനേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നിറയെ മീനുകളാണ്. നല്ല ക്ലിയർ ക്രിസ്റ്റൽ വാട്ടറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ ഇത് നമ്മൾ നേരത്തെ ഇതിന് മുന്നേ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കുരങ്ങൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ്. നമുക്കിത് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ വീണ്ടും നമ്മൾ അപ്പുറത്തേക്ക് പോയി. അപ്പോഴാണ് നമ്മൾ അടുത്ത സ്ഥലം കണ്ടുപിടിച്ചത്. നമ്മളെല്ലാം റിച്ചു അവൻ ആ മാപ്പും പിടിച്ചിട്ടാണ് നടക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തുണ്ട് കുറേ മീനുകളായിട്ട് കണ്ടോ, വെള്ളത്തിൽ കാണുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. നോക്കൂ എന്താണ് അവിടെ കിടക്കുന്നതെന്ന്. മലമ്പാമ്പ്, അതാണ് അവിടെ അരുവിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട്. അടുത്ത സ്ഥലത്ത് നമ്മൾ നേരത്തെ കണ്ട ഓന്ത് കണ്ടോ കിടക്കുന്ന കിടപ്പ് പാവത്താനെ പോലെ. ഒന്നല്ല 2 എണ്ണം ഉണ്ട്. അവിടെ ഒന്ന് കിടക്കുന്നുണ്ട്, അപ്പുറത്ത് ഒന്ന് കിടക്കുന്നുണ്ട്. 2 എണ്ണം ഉണ്ട്. നമ്മൾ അതിനെ കുറേ നേരം ഉണർത്താൻ നോക്കി, പക്ഷെ അത് ഉണരുന്നില്ല. അതിന് തല കണ്ടോ, നോക്കി പേടിപ്പിക്കുകയാണോ അത് ഉറങ്ങാണോ എന്നൊന്നും അറിയില്ല. നമ്മളവിടെ പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഭാഗത്ത് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നത്. നോക്കിയപ്പോൾ നമ്മുടെ മുതലക്കുട്ടൻ താഴോട്ട് വന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് കണ്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അകത്തേക്ക് പോകുന്ന സമയത്ത് 2 പേര് കടന്ന്, അവർ 2 പേരെ തോന്നുന്നു. ഇത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ശരിക്കും കാണിച്ചില്ല കേട്ടോ. ഇത് നമ്മളിങ്ങനെ താഴെ വെള്ളത്തിനടിയിൽ നിന്ന് കാണുന്നത് കണ്ടോ. ഈ മുകൾ ഭാഗമാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഭാഗം തന്നെയാണിത്. പക്ഷെ അവർ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിലൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഗ്ലാസ് പൊട്ടിപ്പോകുന്നില്ല എന്തായാലും അറിയാമല്ലോ. എങ്കിലും ചെറിയ പേടിയുണ്ടായിരുന്നു മുതലെങ്ങാനും ഈ ഗ്ലാസ് പൊട്ടിച്ച് ഇങ്ങോട്ട് വരുമെന്നുള്ളത്. അത് കണ്ടോ, വളരെ കൂളായിട്ട് നീന്തി പോകുന്നു. വേറെ ഒരെണ്ണം എന്താ അവിടെ നിന്ന് നോക്കി നിന്ന് പേടിപ്പിക്കുന്നുണ്ട് നമ്മളെ. നമ്മൾ മുതലേ നീന്തിപ്പോയ അടുത്ത ഭാഗത്തേക്ക് പോയിട്ടോ. ഇത് വലിയൊരു സ്ഥലമാണ്, ചെറിയ കുളമൊന്നുമല്ല, വലിയ ഒരാണ്. എത്ര വേണം നീന്തി പോകാനുള്ള സ്പേസൊക്കെ ഉണ്ട് അവർക്ക്. ഇത് കണ്ടോ നമ്മളെ പേടിപ്പിക്കും. അതിൻ്റെ പല്ലൊക്കെ കണ്ടോ, എത്രത്തോളം ഭീമാകാരമായ പല്ലാന്നുള്ളത്. അച്ചുറിച്ചും വീണ്ടും മുതലിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. അവിടെ നിന്ന് പോരാൻ വേണ്ടി പോരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത്രയും എടുത്ത് വന്ന് നിൽക്കണം. ജസ്റ്റ് ഗ്ലാസിൻ്റെ അത്രയും അകൽച്ച മാത്രമല്ലേ ഉള്ളൂ. അവൻ്റെ തല എടുത്തേക്ക് വെച്ചിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. വീണ്ടും പാമ്പിൻ്റെ അടുത്ത് പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോന്നു. അത് കണ്ടോ, എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും.
അത്രയും ക്ലിയർ ആയിട്ട് എടുത്തു വന്ന് നിൽക്കണുണ്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു കേട്ടോ. ഏതായാലും അവിടെ ശരിക്കും പോന്നു. നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ കണ്ടായിരുന്നു ഹിപ്പോപ്പൊട്ടാമസ്. അവർ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു, അത് പൊങ്ങി വരുന്നു. പക്ഷേ പൊങ്ങി വന്നില്ല, വീണ്ടും ആ കുളത്തിൽ തന്നെ അവർ മുങ്ങി കളിക്കുകയായിരുന്നു. നമ്മൾ കുറേ നേരം നോക്കി നിന്നു കേട്ടോ, ഇവരെങ്ങാനും എണീറ്റ് പോരുമെന്ന്. പക്ഷേ അവർക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവരവിടെ തന്നെ കളിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കുറേ നേരം വെയിറ്റ് ചെയ്തു, അവസാനം തിരിച്ചു പോന്നു. ഇതായിട്ട് നമ്മൾ പോയ ആ ഭാഗമാണ് കാണിക്കുന്നത്. നമ്മൾ കുറച്ച് വിട്ടൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ആ വെള്ളവും പിന്നെ അവിടെ കുരങ്ങൻ്റെയും പിന്നെ നമ്മളിപ്പോൾ കയറി ഹിപ്പോപ്പൊട്ടാമസ് മുതലൊക്കെ ഭാഗമാണ് ആ ഭാഗത്താണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ പോകുന്നത് എങ്ങോട്ടെന്ന് അറിയോ? എനിക്കും അറിയില്ല എങ്ങോട്ടാണ് പോകുന്നത്. നമുക്കിങ്ങനെ നടന്ന് കാണാം കേട്ടോ അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഉണ്ടാവും എവിടേക്കാണുള്ളതെന്നൊക്കെ. പിന്നെ അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട് ഒരുപാട് പേര്. അവർ പറഞ്ഞത് നമ്മൾ ഏത് വഴിയാണ് പോകേണ്ടത്. മജ്ലിസാണ്, ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. പിന്നെ നമ്മൾ നടന്ന് അടുത്ത ഭാഗം എല്ലാതും ഇങ്ങനെ അടുത്തടുത്തായിട്ടില്ല, കുറച്ച് വിട്ടിട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുഖത്തിന് തന്നെ ഒരുപാട് സ്പേസ് വേണം. അപ്പോൾ കുറച്ച് വിട്ടിട്ടാണ് അടുത്തത് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവിടെ മറ്റേ നമ്മുടെ അരയന്നങ്ങളൊക്കെ കുളിക്കുന്നുണ്ട്. അതിൻ്റെ പേര് അരയന്നാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളെ രൂപം വെച്ച് വെറുതെ പറഞ്ഞെന്നുള്ളൂ. അതിന് വേറെന്തോ ഒരു പേരാണ്. കാരണം നല്ല ഭംഗിയിൽ കാണാനായിട്ട് വല്ല പൊൻകിൻ്റെ പോലെയൊക്കെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വല്ല റാഗിപ്പുല്ല് നമ്മൾ ചോളൊക്കെ മുളച്ച് നിൽക്കില്ല, അതേപോലെ നിറയെ കാടുകൾ പോലെ കേട്ടോ ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നതിന് അപ്പുറത്തായിട്ട്. നമ്മൾ കുറേ നടന്നു വന്ന് ഭയങ്കര ക്ഷീണമായി. അപ്പോൾ ഇവിടെ കുറേ നേരം നിന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റും പിന്നെ മുന്നേ നല്ല കാഴ്ചയല്ലേ, കുളിർമയുള്ള കാഴ്ച, നല്ല കൊക്കുകളും അവരെന്തൊക്കെ ചെയ്യുന്നത് കൊക്കല്ല, നമ്മൾ ആരെയും അങ്ങനെ ചെയ്യുന്നത് ഒക്കെ നോക്കി നിന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോന്നു. നമ്മൾ മറ്റേ പുല്ല് മുളച്ച് നിൽക്കില്ലേ, ആ സംഭവം ശരിക്കും അവർ വെച്ച് പിടിപ്പിച്ചതാണ്. നമ്മളെ നാട്ടിൽ സാധാരണ പുല്ലുകളുടെ ഇടയിൽ പോകില്ലേ, ആ ഒരു സംഭവം അതേപോലെ. ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് കരുതി ഇനി അങ്ങോട്ട് ഇല്ലാന്ന് കേട്ടോ. ഇത് നമ്മളെ മറ്റേ വെള്ളമില്ലാത്ത സമയത്ത് നമ്മളെ കനാലും തോടിലൊക്കെ ഉണ്ടാവില്ലേ, ഒരു പാല് പിടിച്ച് കിടക്കുന്നത് പോലെ ഉണ്ടായിരുന്നു ഇവിടേക്ക് കാണാനായിട്ട്. റിച്ച് മാപ്പൊക്കെ പിടിച്ച് അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ അടുത്തത് അങ്ങോട്ട് നോക്കൂ. എന്താണ് ആ മൃഗത്തിൻ്റെ പേരെന്ന് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധം, അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. ഇതവിടെ ഒന്ന് നിൽക്കുന്നു, ഇതാ ഇപ്പുറത്ത് ഒന്ന് നിൽക്കുന്നു. അങ്ങനെ നമ്മൾ അതിനെയും കുറച്ച് നേരം നോക്കി നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ. അച്ചു ഭയങ്കര വായനയിലാണ്. അതിൻ്റെ കുറിച്ചെല്ലാം പറഞ്ഞില്ലേ പ്രൊഫൈലൊക്കെ ഉണ്ടെന്ന്. ഇതാ മറ്റൊന്ന് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കല്ലുകളുടെ ഇടയിൽ പോകുന്നിട്ടോ. ഇനി ഇതിൻ്റെ എങ്ങനെ അങ്ങോട്ട് പോകാൻ വഴിയുണ്ടോയെന്നൊക്കെ നോക്കി. പക്ഷേ ഉണ്ട് കേട്ടോ, ഇതൊക്കെ അവരൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കാണാൻ തന്നെ ഭയങ്കര അത്ഭുതം. കാരണം ഇത്രയും വല്ല കല്ലുകൾ കൊണ്ടൊക്കെ കല്ലുകളും ഇത് മണ്ണെന്ന സംഭവമല്ല, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പോകാനായിട്ടുള്ള വഴിയുണ്ട് കേട്ടോ. ഈ ഒരു കല്ല് മണ്ണുകളുടെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതാണ്ടോ ഒന്ന് നിൽക്കുന്നുണ്ട് അവിടെ, ഇനിയുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അവിടെ താഴോട്ട് നോക്കിയാൽ മതി. അതാ അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഒന്ന് കണ്ടില്ല അവിടെ. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം അവിടെ എവിടേക്കാണ് ഒളിച്ച് നിൽക്കുന്നത്, നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. റിച്ചുമോനെ ശരിക്കും ഞങ്ങളെ ഗൈഡ് കിട്ടും. അവനാണ് ഈ ശരിക്കും വഴി പറഞ്ഞിങ്ങനെ നടക്കുന്നത്. ഇനി നമുക്ക് അടുത്ത മൃഗത്തെ കണ്ടില്ല, ഏതൊക്കെ മൃഗത്തെ കണ്ടു അതൊക്കെ അവൻ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് കാണില്ല. ഈത്തപ്പഴത്തിൻ്റെ ചുവട്ടിൽ പിന്നെ ആ ഒരു മണ്ണിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് മൃഗങ്ങൾ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും അടുത്ത ഭാഗത്തേക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഏത് വഴിയാണ് പോകേണ്ടതുണ്ടോ ആ വഴിയൊക്കെ അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന മൃഗങ്ങൾ ഒരുപാട് മൃഗങ്ങളുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഓരോ ഭാഗങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന മൃഗം നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയില്ലല്ലോ. അതിൻ്റെ അടുത്ത് പോയില്ലേ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ നോക്കണം. നമ്മളങ്ങനെ കറങ്ങിപ്പോയിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. എന്താണ് നമ്മുടെ കാണ്ടാമൃഗം, റൈനോ ആണത്. റിച്ചുവിന് അതിനെ അവിടെ നിന്ന് കണ്ട ഉടനെ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങോട്ട് ഓടിപ്പോവാണ്. അവിടെ അതുണ്ട് പറയാൻ വേണ്ടി പോവാണ് അവളോട്, അച്ഛനോട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇങ്ങനെ കുട്ടികൾ കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രം. ഇതുണ്ട് കിടക്കുന്നത് കണ്ടത്, ആരും ശല്യം ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവർക്കുള്ള ഒരു ഗ്രൗണ്ടായിട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നിൽക്കാനായിട്ടുള്ള ഒരു ഭാഗം കെട്ടിയിട്ടുണ്ട് കേട്ടോ. അഥവാ അതെങ്ങനെ വന്നാലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ നമ്മുടെ അടുത്ത മൃഗം എന്താ, നമ്മുടെ ചീറ്റപ്പി നല്ല വർക്കത്തിലാണ് കേട്ടോ. ഒരു മൃഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരില്ല, അത്രയും സേഫ്റ്റി ആയിട്ട് അവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തോന്നും ഇത്രയും അടുത്തുനിന്ന് നമ്മൾ ശരിക്കും കാണുന്ന പോലെ തന്നെ നമ്മൾ കാട്ടിലൂടെ പോകുമ്പോൾ കാണുന്ന അതേ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. പക്ഷെ അതെല്ലാം ഒരുപാട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ വിശാലമായ സ്ഥലത്ത് അവരെ ഒന്നും ഉപദ്രവിക്കാതെ നമുക്കും ശരിക്കും കാണാൻ പറ്റുന്ന രീതിയിലാണിത്. നല്ല ഭംഗിയുള്ളൊരു പാർക്ക്. സൂ പറഞ്ഞാൽ ഇതാണ് ഒറിജിനൽ സൂ. പിന്നെ ഒരുപാട് പക്ഷികൾ, പേരൊന്നും അറിയാത്ത പക്ഷികൾ, നല്ല ഭംഗിയുള്ള കാണാൻ തന്നെ ഭംഗിയാണ്. കാണാനായിട്ടൊക്കെ
നല്ല ഭംഗിയുള്ള പക്ഷികൾ, പിന്നെ കഴുകൻ്റെ പോലത്തെ പക്ഷികൾ, ഇത് കഴുകനാണോ നിൽക്കല അതേപോലെ ഉണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പക്ഷികൾ കണ്ടാൽ തീരാത്ത അത്രയും ഉണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും അടുത്ത് തന്നെ എവിടെയാണെന്ന് ഇങ്ങനെ തിരഞ്ഞ് നടക്കണം കേട്ടോ, നമ്മൾ കണ്ടതൊക്കെ എവിടെയാണെന്ന് നോക്കിയിട്ട്. പിന്നെ അടുത്തൊരു പൂച്ച പോലെ സംഭവമുണ്ട്, ഇതിൻ്റെ പേര് സെർവൽ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നോക്കി പക്ഷെ കണ്ടില്ല കേട്ടോ. ഒരുപാട് മൃഗങ്ങളെ നമ്മൾ കാണാത്തുണ്ട്, കാരണം നോക്കി നിന്ന സമയം വൈകൊണ്ടേയിരിക്കും. ഇനി ഇവിടുന്ന് എങ്ങോട്ട് ഓടിപ്പോകുന്ന കാണിച്ചിട്ടുണ്ടോ? അതാണ് നമുക്ക് കാണാം. എങ്ങോട്ട് ആമകൾ, ഒരുപാട് വെറൈറ്റി ആമകളുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ള ഉണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ട്, നല്ലതാണ് അവിടെ കിടക്കുന്നു. അത് കണ്ടോ വലിയൊരാമ, നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല കേട്ടോ. പിന്നെ ആ അരുവിലൊക്കെ ഒളിച്ച് നിൽക്കുന്നുണ്ട് ഒരുപാട് ആമകൾ, അതുകൊണ്ട് വലിയ ആമ നിൽക്കണു. ശരിക്കും ഇത് ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയിൽ കാണാം കേട്ടോ. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു വീട്, ഇങ്ങനെ ഒരു മൺകൊട്ടാരം പോലത്തെ ഒരു വീട്, അതിനകത്തായിട്ട് ഒരു ഭാഗത്ത് ആമകൾ, ഇനി മറുഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ ഇവിടെയും ദൈവ മൃഗങ്ങൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറേ കണ്ടിട്ട് നമുക്ക് പലതും ജസ്റ്റ് അത് കണ്ടു പോകാമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ പോകുന്നത് ടൈഗർ, എന്താണ് അമൂർ ടൈഗർ, അങ്ങനത്തെ ഒരു സംഭവമാണ് അത് പേരോട് എഴുതിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ കുറേ നോക്കി, നമ്മളൊറ്റക്കല്ല ഒരുപാട് പേര് നോക്കിയിട്ടോ, ഇത് എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കുന്നുണ്ടെന്നുള്ളൂ. പക്ഷെ കണ്ടില്ല, കുറേ നേരം നോക്കിയിട്ടും കണ്ടില്ല കേട്ടോ. നമ്മളെപ്പോലെ കുറേ പേര് ഫോണും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന കുറേ പേര് മരത്തിൻ്റെ താഴെ ഭാഗത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വെയിറ്റ് ചെയ്ത് നമ്മൾ അവസാനം തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ നമ്മൾ വരുന്ന വഴി കണ്ടില്ല, മൃഗമായ പേരറിയില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് അവിടെ ഭാഗത്ത് വേറെ കുറേ മൃഗങ്ങളുണ്ട്, അതൊക്കെ കണ്ടോ, അവിടെ കാണാം. ആ ഒരു അപ്പുറത്തെ ഭാഗത്തായിട്ട് കണ്ടു കേട്ടോ. അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ട്. അങ്ങനെ റിച്ചുമ്പോൾ ഭയങ്കര ചിന്താഗതിയിലാണ്. നമ്മൾ എവിടെയൊക്കെ പോയി ഏതൊക്കെ റൂട്ടൊക്കെ പോയി തിരഞ്ഞ് കണ്ടുപിടിക്കണം അവന്. നമ്മൾ പോയ ഭാഗങ്ങളൊക്കെ അവനിങ്ങനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി തന്നിട്ടോ. അവനാ പേപ്പർ കളയുന്നേ ഇല്ല ശരിക്ക്. പിന്നെ എവിടേക്ക് പോവാത്ത മൃഗങ്ങളൊക്കെ ടിക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്തത് പോകേണ്ടത് എവിടെ നിൽക്കുന്നത്. ശരിക്കും ഞങ്ങളുടെ ഗൈഡായിരുന്നു, അവൻ തന്നെയായിരുന്നു ഫുൾ മാപ്പ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് അവർ. അവന് ഇത്രത്തോളം കാര്യക്ഷമത ഉള്ളത് എനിക്കറിയില്ലായിരുന്നു. അവനെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പോയ മാപ്പും ആ ഭാഗത്തേക്ക് ഇനി നമുക്ക് അങ്ങോട്ട് പോകേണ്ടതും ഇനി പോകേണ്ടത് ഏത് ഭാഗങ്ങളാണെന്നോ ഇനി എത്ര മൃഗങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ അവൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ അവൻ്റെ പിന്നാലെ നടന്നു. അവൻ പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ടതാണ്, അപ്പോൾ ഇനി നമ്മൾ ഇനി എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല, ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെർച്ച് നോക്കി, ഇപ്പോഴും ഇതിനവിടെ കാണാനില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന 2 മൃഗങ്ങൾ, അങ്ങനെ കുറേ 2 എണ്ണം അവിടെ ഇരിക്കണം. പിന്നെ ഒന്ന് അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ടാവും. ഇതാണ് അറേബ്യൻ സാൻഡ് ഗസല്ലി, ആ സംഭവമാണ് അത് അവിടെ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ പണ്ട് നല്ല എപ്പോഴും ഉണ്ട്, നമ്മൾ TV കണ്ടിരുന്ന ചാനലില്ലേ, ഡിസ്കവറി ചാനലോ അങ്ങനത്തെ ഒരു ചാനലില്ലേ, അതേപോലെ ഓരോ മൃഗങ്ങളെ കാണുമ്പോൾ അവിടുത്തെ ഒരു സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെയാണ് ഇവിടുത്തെ ഓരോ മൃഗങ്ങൾ ഇങ്ങനെ അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന താമസ സ്ഥലം, അത് അവിടെയും നിൽക്കുന്ന കണ്ടോ മൃഗങ്ങൾ. ഇനി നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതും അതിന് ഭാര്യയും 2 പേരുണ്ട് അവിടെ. അടുത്തത് വൈറ്റ് ബെല്ലീഡ് ബസ്റ്റാർഡ്, അതാണ് ഈ സംഭവം. ഇതിനകത്തുള്ള പക്ഷിയുടെ പേരാണത്. നമ്മൾ കാണുന്നുണ്ടോ? അതാ പോകുന്നു, അപ്പുറത്തുണ്ട് കണ്ടോ. അങ്ങനെ നമ്മളത് കണ്ടു കഴിഞ്ഞു. അടുത്ത മൃഗത്തിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അടുത്ത മൃഗത്തിൻ്റെ പേരെന്താണ് ഇരിക്കുന്നത്? നമ്മുടെ മൂങ്ങ ഡെസേർട്ട് ഈക്കിൾ ഓള്, നമ്മുടെ മൂങ്ങ തന്നെയാണ് കേട്ടോ, മരുഭൂമിയിലെ മൂങ്ങയാണ്. ഇവനിപ്പോഴും ഇത് കൈ പിടിച്ചും കൊണ്ട് നടന്നു പോകാൻ കേട്ടോ, കാരണം അവനാണല്ലോ ഞങ്ങളെ വഴികാട്ടി ശരിക്കും. ഇനി നമ്മൾ ഒരു ഗുഹയിലേക്കാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു രസമുള്ള മൃഗത്തെ കാണാൻ വേണ്ടിയിട്ടാണ്, കാണാൻ ഭംഗിയുള്ള ഒരു മൃഗത്തെ കാണാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കരുതാം ഇവിടെയൊക്കെ ആയിരിക്കും അത് നിന്ന്, പക്ഷെ അത് അവിടെ എല്ലായിരുന്നു, എവിടെയായിരുന്നു എന്ന് കാണിച്ചില്ലാട്ടോ. എന്താ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇയാൾക്ക് താമസിക്കാനായിട്ട് അത്യാവശ്യം വലിയ വീട് തന്നെയാണ് കേട്ടോ. ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട്. അതായിരിക്കുന്നു 2 പേരുണ്ട് കണ്ടോ. എന്താണ് ഇതിൻ്റെ വലിപ്പം എന്ന് പറയാൻ സാധിക്കില്ല, അത്രയും വലിയ സംഭവമാണ്. ഒരുപാട് പേര് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണ്ടോ നമ്മുടെ ഗോറില്ലേനെ, 2 ഗോറില്ലേഴ്സ് ഉള്ളത് കണ്ടോ. ഒരുപാട് പേര് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആളുകളുടെ ശബ്ദവും ഇതൊക്കെ കേട്ട സമയത്ത് അത് അവിടെ നിന്ന് എണീറ്റ് കണ്ടതും നടന്നു പോകുന്നു.
എന്ത് ഭംഗിയല്ല കാണാനായിട്ട്. ഇനി ഇത് എങ്ങോട്ട് നടന്ന് പോയത് വേണ്ടി കുറേ നോക്കി, പക്ഷെ നമ്മൾ കണ്ടില്ല കേട്ടോ. അത് നമ്മളിങ്ങനെ തിരഞ്ഞു പോകുന്ന സമയത്ത് നമ്മളിതാ മറ്റൊരാളെ കണ്ടു, ജിറാഫ്. നമ്മൾ നേരത്തെ കണ്ട ജിറാഫല്ല കേട്ടോ ഇത്, മറ്റു ജിറാഫാണ്. അതൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അതിൻ്റെ ഹൈറ്റുള്ള മരത്തുമ്പോൾ ഇത് കഴിക്കുന്നുണ്ട്. നമ്മളപ്പുറത്ത് കണ്ടോ നമ്മുടെ റൈനോ ഇരിക്കുന്നത്. ശരിക്കും ജിറാഫിനെ കണ്ടോ, നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കണു. നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ടതിന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ, ഫുഡൊക്കെ കൊടുക്കാനായിട്ട് കുറേ പേര്. അതിനേക്കാൾ എടുത്ത് നമ്മൾ ശരിക്കും ഇത് കാണാനായി. റൈനോ അവിടെ നമ്മുടെ കാണ്ടാമൃഗം അപ്പുറത്തുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് ആളുകൾ ഒരുപാട് പേര് കൂടി പോകുന്ന കണ്ടു കേട്ടോ. അപ്പോൾ എന്താ പോയി നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗോറില്ല എങ്ങോട്ടാ പോയി നേരത്തെ കണ്ടില്ലല്ലോ, അതാ ഇവിടെ വന്ന് പുറത്തേക്ക് വന്നിട്ട് അവരുടെ വീടിൻ്റെ പുറത്ത് വന്നിരുന്നിട്ട് ആ പുല്ലൊക്കെ കഴിക്കണം കേട്ടോ. അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്, പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പുല്ല് വെള്ളം ഒക്കെ ഉണ്ട് അവിടെ. ഇനി ഇതുണ്ട് അടുത്ത മൃഗം ഹൈന. അവർ കടന്നുറങ്ങുകയാണ് കേട്ടോ. നമ്മൾ ഹൈന കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നേരിട്ട് കാണാൻ സാധിച്ചത് ഭയങ്കര സംഭവം, ഭയങ്കര സന്തോഷം. റിച്ചുവിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. കുറേ നേരം അവർ എണീക്ക് വേണ്ടി കാത്തൊക്കെ നിന്നു, പക്ഷെ അവർ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്നു. പിന്നെ കുറേ പക്ഷികൾ കേട്ടോ, ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ള പക്ഷികളൊക്കെ ഉണ്ട്. പോകുന്ന വഴി ഇതാ വീണ്ടും നമ്മൾ കുതിര പോലത്തെ ഒരു ഭാഗത്തിനെ കണ്ടോ, കുതിരയാണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ കൊറ്റികൾ എന്ന് നമ്മൾ പറയുന്നത്, ഞാൻ പറയുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഒരുപാട് മൃഗങ്ങളുണ്ട്, അവർക്ക് പക്ഷികളുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അതിൻ്റെ ആളുകൾ എത്തിയിട്ടുണ്ട് ഉള്ളിലായിട്ട്. അത് കണ്ടപ്പോഴേക്കും ഒരുപാട് കിളികൾ പറന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ഭംഗി ഇതിനെ കാണാനായിട്ട്. പിന്നെ നമ്മൾ നടന്നത് അത് കുറേ കുരങ്ങന്മാരപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരവിടെ എന്തൊക്കെയോ ഭക്ഷണം കൊടുക്കുകയാണ്, കുട്ടിക്ക് തോന്നണു. ഒരു കുരങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ഇന്നും എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറേ ആമകൾ. നമ്മൾ നേരത്തെ ആമകളെ കണ്ടു, പക്ഷേ ഇതേ ടൈപ്പെല്ലാം വേറെ ടൈപ്പ് ആമകളായിരുന്നു. അത് വെള്ളത്തിൻ്റെ കരയിലുള്ള ആമകളായിരുന്നു. അവർ ഒരു മരുഭൂമി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാക്കിയത്, ഒരു മൺകൂടാൻ്റെ പോലെ വട്ടത്തിലുണ്ടാക്കിയിട്ട് അതിനകത്തേത് ആമകൾ. ഇതിൻ്റെ പേരെന്താ അറിയോ, റെഡ് ഇയർഡ് ടെറാപ്പിൻ. അതാണ് ഈ ആമയുടെ പേര് കേട്ടോ, വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പേര്. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് മുയലിനെ കണ്ടു. അടുത്ത് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു പക്ഷിയാണ്. ഏതാണ്, നമ്മുടെ ഒട്ടകപ്പക്ഷി. ഇതാ ഇരിക്കുന്നു, എന്തോ അവിടുന്ന് കൊത്തിക്കഴിക്കുന്നുണ്ട്. പിന്നെ കുറേ പക്ഷികളുടെയും നമ്മൾ നേരത്തെ ഗോറിലിൻ്റെയൊക്കെ വീഡിയോസ്, ഗോറിൽ നമ്മൾ എന്താ പറയുക തല്ലാനൊക്കെ വരുന്നൊരു വീഡിയോ കണ്ടത്, അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കുറേ വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് കുട്ടികൾ കളിക്കാനായിട്ടുള്ള ജലചക്രം, അങ്ങനെ നമ്മൾ വെള്ളം കൊണ്ട് കളിക്കുന്ന, നമ്മൾ പണ്ട് കൃഷി സ്ഥലത്തൊക്കെ ചെയ്യുന്ന അതുപോലെ കുറച്ച് നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഒരുപാട് നേരം അവിടുന്ന് കുട്ടികൾ കളിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കേട്ടോ. ഈ സൂവിനകത്ത് ശരിക്കും മൃഗങ്ങളും പക്ഷികളും മാത്രമല്ല, കുട്ടികൾ കളിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിനായിട്ടുള്ളൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ JCB ഇങ്ങനെ അതുപോലെ കളിക്കാൻ കുട്ടികൾക്ക് മണ്ണ് മാറ്റി കളിക്കുന്ന ചെറിയ സംഭവം ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള ഏരിയ ഉണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ ഉണ്ട്. വെള്ളത്തിന് ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുള്ളൊരു സംഭവം കേട്ടോ, കുട്ടികളിങ്ങനെ ചവിട്ടുമ്പോൾ വെള്ളം വരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ശരിക്കും കൃഷി സ്ഥലത്ത് ചെയ്തിരുന്ന വെള്ളം കറക്കുമ്പോൾ അങ്ങനെ വെള്ളം വരുന്നൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത്. പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്നൊരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നില്ലേ, ഒരു ഐസ്ക്രീം ഗ്ലാസ് രണ്ട് ഭാഗത്തായിട്ട് തീപ്പെട്ടിൻ്റെ ബോക്സൊക്കെ അപ്പുറത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ചെവിയിൽ ശബ്ദം വരുന്നത്, നൂല് കെട്ടിയിട്ടൊക്കെ ഉള്ളത്. അതേപോലത്തേക്ക് ഒരു പൈപ്പ് ഉണ്ട്, അവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ ഇങ്ങനൊരു സൗണ്ട് കേൾക്കുന്നൊക്കെ ആയിട്ട് കേട്ടോ. വലിയൊരു പാർക്കാന്ന് പ്രതീക്ഷിച്ച് വരരുത്, പക്ഷെ നമ്മൾ സൂവിൻ്റെ അകത്ത് നല്ലൊരു പാർക്ക് എന്ന് പറഞ്ഞാൽ സയൻസുമായി ബന്ധപ്പെട്ട അങ്ങനെ സംഭവം ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിടുമ്പോൾ അവിടെ നിന്ന് എത്ര ബോളാണ് ഇങ്ങോട്ട് വിട്ട് അതേ ഐറ്റം തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തെറിച്ച് പോകും. 2 എണ്ണമാണെങ്കിൽ 2 എണ്ണം, 3 ആണെങ്കിൽ 3 എണ്ണം, അതുപോലത്തെ ഐറ്റംസ് ഉണ്ടല്ലോ. അത് പാർക്കിൽ കളിക്കുന്ന പോലെയുള്ള സംഭവങ്ങളൊന്നുമല്ല, നമ്മൾ സയൻസുമായി ബന്ധപ്പെട്ട ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ വരുന്നത്. ഇവരിതങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കുന്നതിൽ ഒരു കുട്ടി വന്നിട്ട് അതവിടെ നിന്ന് അവൾ പിടിച്ച് വാങ്ങി. ഇത് കണ്ടോ, അച്ചു കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് അവൾ 2 എണ്ണം അങ്ങോട്ട് വിടുന്ന സമയത്ത് അവിടെ നിന്ന് കൃത്യമായിട്ട് 2 എണ്ണം അവിടുന്ന് അങ്ങോട്ട് പോയിട്ട്, ഇനി 3 എണ്ണമാണ് അവിടെ നിന്ന് വിടുന്നെങ്കിൽ കൃത്യമായിട്ട് 3 എണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് തെറിച്ച് പോരും കേട്ടോ. അവൾക്ക് വേറെ എന്തോ എവിടുന്നോ വന്നു, അപ്പോൾ നമ്മൾ അവിടെ നിന്നും പോയി കേട്ടോ. കാരണം നമുക്ക് സമയമില്ലല്ലോ, നമ്മൾ കുറേ നേരം അകത്തേക്ക് കയറിയിട്ട് അപ്പോൾ ഇതെല്ലാം ചുറ്റി ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി എവിടെയെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ, പക്ഷെ നമുക്ക് വയ്യായിരുന്നു, ശരിക്കും ക്ഷീണിച്ചിരുന്നു കേട്ടോ.
ശരിക്കും നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഫുഡും വെള്ളമൊക്കെ കൊണ്ടുപോയിരുന്നു. പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ വെള്ളം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ പുറത്ത് പോയില്ല, നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ പോയിട്ട് അവിടെ നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ വിളിച്ചിട്ട് അവർ നമുക്ക് ഫുഡ് തന്നു കേട്ടോ. പുറത്ത് പോയാൽ പിന്നെ അകത്ത് കയറാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ അകത്തേക്ക് കൊണ്ടുവന്ന ഫുഡ്, അപ്പോൾ അകത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ ഒരുപാട് മൃഗങ്ങളെ കണ്ടു. ഒരുപാട് മൃഗങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല മൃഗങ്ങളും നമ്മൾ എടുത്തിട്ടില്ല. ചിലത് ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. അതൊക്കെ കണ്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു ഷോപ്പിൻ്റെ അകത്ത് കൂടി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അതിനകത്ത് ഒരുപാട് ടോയ്സൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഒന്ന് മേടിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തൂടെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. ഒരുപാട് കാണാൻ ആഗ്രഹിച്ച മൃഗങ്ങളെ നമ്മൾ കണ്ടു. ഞാൻ ഇതുവരെ പോയ ശരിക്കും ഒറിജിനൽ ഇതാണ് കേട്ടോ. ഒറിജിനൽ കാട്ടിലൂടെ പോയിട്ട് നമ്മൾ മൃഗങ്ങളെ കണ്ടൊരു ഫീലിംഗ് ആയിരുന്നു. താങ്ക് യു. ഇനി അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ വന്ന സമയത്ത് കുറച്ച് വാഹനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു പോകുമ്പോൾ കണ്ടോ അവിടെ ഫുൾ പാർക്കിംഗ് ഏരിയ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്.